ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ലെവൽ 20 ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് എൻഫോഴ്സ്മെന്റ് ഏർപ്പെടുത്തിയ മോട്ടോർ വാഹന ഭേദഗതി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2019, 18, 17, 20. ഇതിൻ്റെ ഉത്തരം 2019. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ അനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സിലബസ് പറഞ്ഞിരിക്കുന്നത് ഏത് ചട്ടത്തിലാണ്? ചട്ടം 11, ചട്ടം 21, ചട്ടം 31, ചട്ടം 41. സി ആണ് ഉത്തരം. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മൂന്നാമത്തെ ചോദ്യം. ഡ്രൈവിംഗ് വീൽ ലോക്ക് ആകുന്നത് തടയാൻ വേണ്ടി, ബ്രേക്കിംഗ് സിസ്റ്റത്തിനുള്ളിൽ ഈർപ്പം അടിഞ്ഞുകൂടുന്നത് തടയാൻ, ബ്രേക്കിംഗ് വാഹനത്തിന്റെ വീലുകൾ ലോക്ക് ആകുന്നത് തടയുകയും ടയറുകൾ തെന്നിമാറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയോ? മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ചോദ്യം. എന്താണ് ബ്രേക്ക് ഫേഡ്? ഓപ്ഷൻസ്: അന്തരീക്ഷത്തിലെ വായുമർദ്ദം കുറയൽ, സുഗമമായ ബ്രേക്കിംഗ് പുരോഗതി, ബ്രേക്കിംഗ് ഫലപ്രാപ്തി കുറയൽ, ടയറുകളുടെ സ്കിഡിംഗ് കുറയ്ക്കൽ. സി ആണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം. ഒരു വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് എന്നാൽ എന്താണ്? ഓപ്ഷൻസ്: വാഹനത്തിന്റെ ഒരു സർക്കിൾ തിരിക്കുന്നതിന് വേണ്ടി സ്റ്റിയറിംഗ് വീലിന്റെ തിരിവുകളുടെ എണ്ണം, ഒരു കോർണർ തിരിയുന്നതിന് വേണ്ടി വാഹനം തിരിയുന്നത്, ഒരു വാഹനം വട്ടം തിരിയാൻ ആവശ്യമായ സ്ഥലത്തിന്റെ കുറഞ്ഞ ദൂരം, ഇടത്തുനിന്ന് വലത്തോട്ട് സ്റ്റിയറിംഗ് വീലിന്റെ തിരിവുകളുടെ എണ്ണം. സി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം. പെട്രോൾ പമ്പ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? എ ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം. വിവരദായക ട്രാഫിക് ഇൻഫോർമേറ്ററി ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവയിലേതാണ്? മുന്നറിയിപ്പ് ബോർഡുകൾ. മുന്നറിയിപ്പല്ല, വിവരദായക. ഡി ആണ് ഉത്തരം. ഇരു സൈഡിലും പാർക്ക് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? എ, ബി, സി, ഡി. എ ആണ് ഉത്തരം. ഏറോ കണ്ടാൽ മനസ്സിലാവും. ഒമ്പതാമത്തെ ചോദ്യം. മോട്ടോർ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കുമുള്ള പാർക്കിംഗ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? ബി ആണ് ഉത്തരം. പത്താമത്തെ ചോദ്യം. ഓട്ടോറിക്ഷ പാർക്കിംഗ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? സി ആണ് ഉത്തരം. റെസ്റ്റോറന്റ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം. 11ാമത്തെ ചോദ്യം. ബി ആണ് ഉത്തരം. പബ്ലിക് ടെലിഫോൺ സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? ഡി ആണ് ഉത്തരം. ലൈറ്റ് റിഫ്രഷ്മെന്റ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? 13ാമത്തെ ചോദ്യം. ലൈറ്റ് റിഫ്രഷ്മെന്റ്. എ ആണ് ഉത്തരം. റെസ്റ്റിംഗ് പ്ലേസ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? സി ആണ് ആൻസർ. 15. ക്യാരേജ് വേ എന്നാൽ എന്ത്? വാഹന ഗതാഗതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന റോഡിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഭാഗങ്ങളോ ആണ് ക്യാരേജ് വേ. മീഡിയൻ ഉൾപ്പെടെ മുഴുവൻ റോഡുമാണ് ക്യാരേജ് വേ. റോഡിന്റെ ഒരു ഭാഗം കാൽനടപ്പാത കൂടി ഉൾപ്പെടുന്നതാണ്. പിന്നെ സ്റ്റേജ് ക്യാരേജുകൾക്ക് മാത്രമായുള്ള പാത. ഇതിൽ ഏതാണ് ആൻസർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിർമ്മാണ മേഖല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോ ആയ റോഡിന്റെ ഒരു ഭാഗം, പുതിയ റോഡ് നിർമ്മിക്കുന്ന സ്ഥലം, വാഹന ഗതാഗതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന റോഡിന്റെ ഭാഗം, നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോ ആയ റോഡിന്റെ ഒരു ഭാഗം, അതിൽ ജോലിസ്ഥലം മാത്രം ഉൾപ്പെട്ടേക്കാം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 17ാമത്തെ ചോദ്യം. ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കറ്റ് എന്നാൽ എന്താണ്? ക്യാരേജ് വേയിലെ ട്രാഫിക്കിൽ ചലനത്തിന്റെ ദിശയിൽ നൽകിയിട്ടുള്ള റോഡ് അടയാളങ്ങൾ, ക്യാരേജ് വേയിലെ ട്രാഫിക്കിന്റെ ചലനത്തിന് കുറുകെ നൽകിയിട്ടുള്ള റോഡ് അടയാളങ്ങൾ, ജംഗ്ഷനിൽ നൽകിയിട്ടുള്ള റോഡ് അടയാളങ്ങൾ, ജംഗ്ഷന് സമീപമുള്ള റോഡ് അടയാളങ്ങൾ. എ ആണ് ഉത്തരം. ഒരു വാഹനം വ്യക്തികളെയോ ചരക്കോ അല്ലെങ്കിൽ ലഗേജോ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒഴികെ മറ്റേതെങ്കിലും അവസ്ഥയിൽ
അല്ലെങ്കിൽ ആവശ്യത്തിന് നിശ്ചലാവസ്ഥയിൽ കാത്തുകിടക്കുന്നതും 3 മിനിറ്റിൽ കൂടുതൽ സമയം നിർത്തിയിടുന്നതിനും ഡേഷ് എന്ന് പറയുന്നു. ഇതിനെ പാർക്കിംഗ് എന്ന് പറയുന്നു. റൈഡർ എന്നാൽ ഡേഷ്. ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർ അല്ലാത്ത യാത്രക്കാർ. ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡ്രൈവർ. മോട്ടോർ സൈക്കിളിൽ ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. റൈഡർ എന്നാൽ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർ അല്ലാത്ത യാത്രക്കാരാണ് റൈഡർ. 20ാമത്തെ ചോദ്യം. ഏതെങ്കിലും റോഡ് ഉപയോക്താവിനേക്കാൾ റോഡിലുള്ള മുൻഗണനയെ ഡേഷ് എന്ന് പറയാം. VIP വാഹനം, റൈറ്റ് ഓഫ് വേ, ആംബുലൻസ്, ഫയർ ട്രക്കും മാത്രം. റൈറ്റ് ഓഫ് വേ ആണ് ഉത്തരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.